CR 450 ബുള്ളറ്റ് ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം ചൈനയിൽ തുടങ്ങി. കഴിഞ്ഞ വർഷം അനാച്ഛാദനം ചെയ്യപ്പെട്ട CR 450 ട്രെയിനിനെ ലോകത്തെ ഏറ്റവും വേഗമേറിയ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഓട്ടം പൂർത്തിയാക്കി അധികൃതരിൽ നിന്നുള്ള അനുമതി ലഭിച്ചതിന് ശേഷമായിരിക്കും ഈ ട്രെയിൻ വാണിജ്യ സേവനത്തിനായി എത്തുക. CGTN റിപ്പോർട്ട് പ്രകാരം പരീക്ഷണ ഓട്ടങ്ങളിൽ റെക്കോർഡുകൾ ഭേദിച്ച് CR 450 അതിവേഗം കുതിച്ചു. മണിക്കൂറിൽ 450 കിലോമീറ്റർ വേഗം, റിലേറ്റീവ് പാസിംഗ് സ്പീഡായി മണിക്കൂറിൽ 896 കിലോമീറ്റർ എന്നീ ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഈ ട്രെയിൻ കൈവരിച്ചു. CRRC ചാങ്ചുൻ റെയിൽവേ വെഹിക്കിളും CRRC സിഫാങ് കോ ലിമിറ്റഡും ചേർന്നാണ് CR 450 പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചത്. ഇനി എങ്ങനെയാണ് ഇത്ര വേഗം കൈവരിച്ചതെന്നല്ലേ? ട്രെയിനിന്റെ എയറോഡൈനാമിക് ഡിസൈനിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് അതിന് പ്രധാന പങ്കുവഹിച്ചത്. ട്രെയിനിന്റെ നോസ് കോൺ നിലവിലെ 350 കിലോമീറ്റർ മണിക്കൂർ ട്രെയിനുകളിലെ 12.5 മീറ്ററിൽ നിന്ന് 15 മീറ്ററായി നീട്ടി. ഇതുവഴി എയറോഡൈനാമിക് ഡ്രാഗ് കുറഞ്ഞു. ബാഹ്യരൂപകൽപ്പനയിൽ കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ട് ട്രെയിനിന്റെ എയർ റെസിസ്റ്റൻസ് 22% കുറഞ്ഞു. വായുവിനെ സുഗമമായി തെന്നിമാറ്റി അതിവേഗം മുന്നോട്ട് നീങ്ങാൻ ഇത് സഹായിക്കുന്നു. വായുവുമായുള്ള സമ്പർക്കം ഇല്ലാതാക്കി പൂർണ്ണമായും മൂടിയ രീതിയിലാണ് ബോഗികൾ ഒരുക്കിയിരിക്കുന്നത്. കാരേജുകളുടെ അടിയിലുള്ള സ്കേർട്ട് പാനലുകൾ താഴ്ത്തി ചക്രങ്ങളും വായുവുമായുള്ള സമ്പർക്കം കുറച്ചു. അതിവേഗ റേസ് കാറുകളുടെ ഡിസൈൻ തത്വവും ഇതേ രീതിയിലാണ്. കൂടാതെ ട്രെയിനിന്റെ ഉയരം 20 സെന്റിമീറ്റർ കുറച്ചു. ഭാരത്തിലും 50 ടൺ കുറവ് വരുത്തി. നിലവിൽ ഷാങ്ഹായിൽ നിന്ന് ചോങ്ക്വിംഗ് ചെങ്ദു അതിവേഗ റെയിൽ ലൈനിലൂടെയാണ് CR 450 പരീക്ഷണ ഓട്ടം നടക്കുന്നത്. വെറും 4 മിനിറ്റ് 40 സെക്കൻഡിൽ നിശ്ചലാവസ്ഥയിൽ നിന്ന് മണിക്കൂറിൽ 350 കിലോമീറ്റർ വേഗത്തിലേക്ക് ആക്സലറേറ്റ് ചെയ്യാൻ ഈ ട്രെയിനിന് സാധിക്കും. നിലവിലുള്ള ഫക്സിംഗ് EMU ട്രെയിനിനേക്കാൾ 100 സെക്കൻഡ് വേഗം കൂടുതലാണ് ഇത്. 6 മിനിറ്റ് 20 സെക്കൻഡ് വേഗത്തിലാണ് ഫക്സിംഗ് EMU 350 കിലോമീറ്റർ വേഗം കൈവരിക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.